ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക പ്രതാപനോട് പറയാം, മോനെ നീ മരിച്ച് ജീവിച്ച് വന്നതാ. നിനക്ക് പുതുജീവൻ തന്നത് സിസ്റ്റർ പവിത്രയാണ്. അതുകൊണ്ട് സിസ്റ്റർ പവിത്ര ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഒരു സ്വീകരണം തന്നെ നമ്മൾ കൊടുക്കണം. എന്നിട്ട് അംബിക രാജുവിനെയും ഋതികയും യാമിനിയെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ഞാൻ പറഞ്ഞത് തെറ്റാണോ? നിങ്ങളാരും എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? യാമിനി, നമുക്ക് സിസ്റ്ററിനൊരു സദ്യ ഒരുക്കിയാൽ മതി. പായസവും പപ്പടവും ഒക്കെ കൂട്ടി. പായസം ഒരു 4 തരം ആയിക്കോട്ടെ. നല്ലൊരു ഉഗ്രൻ സദ്യ. പ്രതാപൻ ചോദിക്കുക, ചേച്ചിക്ക് ഇത് എന്താ പറ്റിയേ? ചേച്ചി രാജുവിൻ്റെ വീട്ടിൽ പോയി താമസിച്ച് രാധമ്മയുടെ ട്രീറ്റ്മെൻറ്റിൽ ആളങ്ങ് മാറിപ്പോയല്ലോ. പവിത്രയ്ക്ക് വേണമെങ്കിൽ ട്രീറ്റ് കൊടുക്കാം, അതിന് ഇങ്ങനെയൊക്കെയുള്ളൊരു ബഹളം വേണോ? രാജു ഋതികയെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നു, എന്താ ഋതു ഇവരീ കാണിക്കുന്നത്? അതെ, അവൾക്ക് പ്രാന്തളയ്യതാ. അച്ഛനും അമ്മയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഭൂകമ്പം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ. എൻ്റെ അച്ഛനെ രക്ഷിച്ച സിസ്റ്റർ പവിത്ര സ്വന്തം ഭാര്യയാണെന്ന് തിരിച്ചറിഞ്ഞ ആ സ്നേഹത്തോടെ അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഈ പ്രശ്നമൊക്കെ തീരില്ലേ രാജു? അമ്മയും അച്ഛനും അതോടെ ഒന്നാകും. അംബികയുടെ കള്ളത്തരമൊക്കെ പൊളിയും. അതോർത്ത് അവർക്ക് വട്ടായതാണെന്ന് തോന്നുന്നു. ഈ സമയം പത്മാവതി ഒരു ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുവാണ്. പ്രതാപൻ്റെ വീട്ടിലാണെങ്കിൽ ആകെ ടെൻഷനോട് യാമിനിയും രാജുവും ഋതികയും ഇങ്ങനെ നിൽക്കുവാണ്. പ്രതാപനാണെങ്കിൽ സിസ്റ്റർ പവിത്ര വരാറായോ എന്നിങ്ങനെ കയ്യേ കിടക്കുന്ന വാച്ചെ നോക്കുന്നുണ്ട്. ഈ സിസ്റ്റർ എന്താ ഇത്രയും താമസിക്കുന്നത്? അംബികയാണെങ്കിൽ എല്ലാവർക്കും ഉള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന ഭാവത്തിൽ ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് അവരുടെ അടുത്ത് നിൽക്കുവാണ്. സഹനശക്തി ക്ഷമിക്കാൻ പറ്റാതെ പ്രതാപൻ സിസ്റ്റർ പവിത്രയെന്ന് കരുതി പത്മയെ വിളിക്കുവാണ്. പത്മ ഫോൺ എടുക്കുന്നുണ്ട്. സിസ്റ്റർ, ഇത് എവിടെയാണ്? ഞാൻ വന്നുകൊണ്ടിരിക്കുക, ഉടനെ തന്നെ എത്തും. ഞങ്ങളെല്ലാവരും സിസ്റ്ററെ കാത്തുകൂടി ഇരിക്കുവാണ്. വലിയ സന്തോഷത്തിലാണ് പ്രതാപൻ. അംബികയാണെങ്കിൽ ക്ലോക്കെ നോക്കിക്കൊണ്ട് ഒരു പരിഹാസ പുഞ്ചിരിയോടിങ്ങനെ നിൽക്കുവാണ്. രാജുവാണെങ്കിൽ ഋതികയുടെ ചെവിയിലോട്ടിങ്ങനെ പറയുവാണ്, എന്ത് വന്നാലും നേരിട്ടല്ലേ പറ്റൂ. ആ സമയത്ത് ഋതികയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. എല്ലാവരും ഋതികയെ തന്നെ നോക്കും. വേണ്ട 1 മിനിറ്റ് എന്നും പറഞ്ഞ് ഋതിക ആ ഫോണും കൊണ്ട് അകത്തോട്ട് പോവാണ്. ഋതികയെ വിളിച്ചിരിക്കുന്ന സുജാതയാണ്. അല്ലോ സുജാത ചേച്ചി, എന്താ ചേച്ചി? മോളെ, അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ അറിഞ്ഞു ചേച്ചി, പോകരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ മോളെ. മേഡം അത് കേട്ടില്ല. എന്ത് ചെയ്യാനാ ചേച്ചി? ഞങ്ങളും വരണ്ടാന്ന് പറയാൻ പലവട്ടം അമ്മയെ വിളിച്ചു. അമ്മ ഫോൺ എടുത്തില്ല. മേഡം എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് മോളെ. മേഡം എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിൽ നിന്നൊരു മാറ്റവും ഇല്ല. വരുന്നത് വരട്ടെ ചേച്ചി, എന്ത് വന്നാലും അത് ഫേസ് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കവാ. അപ്പോൾ രാജു വന്നിട്ട് ഋതികയോട് ചോദിക്കും, ആരാ ഋതു? അത് സുജാത ചേച്ചിയാ. അമ്മ അവിടുന്ന് പോന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ പ്രതാപൻ്റെ വീട്ടിലോട്ടൊരു കാറ് വന്നിട്ടുണ്ട്. കാറിൽ നിന്നും അംബിക പറഞ്ഞ് ഏർപ്പാടാക്കിയ പെണ്ണാണ് ഇറങ്ങി വരുന്നത്. അവളും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ടാണ് വരുന്നത്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സിസ്റ്റർ പവിത്ര അവരുടെ മുന്നിലോട്ട് വരിക. പ്രതാപൻ ഇങ്ങനെ നോക്കുവാണ്. അംബിക താണ്ട ഭയങ്കര സന്തോഷത്തോടെ അവളെ നോക്കി ചിരിക്കുവാണ്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഞെട്ടി നോക്കുവാണ്. വന്നിരിക്കുന്നത് സിസ്റ്റർ പവിത്രയാണെന്ന് കരുതി പ്രതാപനും വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കുവാണ്. അതുപോലെ തന്നെ സ്വീകരിക്കാനായിട്ട് അംബികൻ റെഡിയായി. ബാക്കി കാഴ്ചക്കാരാണെങ്കിൽ പൊട്ടൻ ചന്തയ്ക്ക് പോയതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഡ്യൂപ്ലിക്കേറ്റ് വളരെ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് പ്രതാപനോട് ചോദിക്കുന്നു, സാർ എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് സാർ സിസ്റ്റർ പവിത്ര. രാജുവിൻ്റെയും ഋതികയുടെയും യാമിനിയുടെയും കണ്ണിൽ കൂടെ എന്തോ ഒന്ന് പറന്നു പോയതുപോലായിപ്പോയി. നിങ്ങൾക്കുള്ള പണി ഞാൻ തന്നടി എന്ന വിജയഭാവത്തിൽ അംബിക ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. പ്രതാപൻ നല്ല സന്തോഷത്തോടെ പറയാം, ഞാൻ പവിത്ര സിസ്റ്ററെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് ബോധം വന്നപ്പോഴേക്കും സിസ്റ്റർ ഇവിടുന്ന് പോയല്ലോ. അംബികയാണെങ്കിൽ ഫുൾ ഹാപ്പി. പെട്ടെന്ന് പറയാം, മോനെ പ്രതാപ, ആ സമയത്ത് പവിത്ര സിസ്റ്ററുടെ മുഖത്തെ മാസ്ക് ഉണ്ടായിരുന്നു. ഞാനും ഈ സിസ്റ്ററെ 1-2 പ്രാവശ്യമേ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളൂ. അല്ല സിസ്റ്റർ ഇങ്ങോട്ടിരിക്കും. അയ്യോ, സാറിൻ്റെ മുന്നിൽ ഇരിക്കാനോ? ഞാനില്ല. തീ പാർന്ന കണ്ണുകൾ കൊണ്ട് രാജുവും ഋതികയും യാമിനി ഇങ്ങനെ നോക്കി നിൽക്കുക. സിസ്റ്റർ ഇവിടെ ഇരിക്കുക എന്ന് പ്രതാപനെ നിർബന്ധിക്കുക. അംബിക പറയാം, സിസ്റ്റർ ഇങ്ങോട്ട് ഇരുന്നേ, ഞാനേ സിസ്റ്ററിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. അപ്പോഴാ പൊട്ടാൻ പ്രതാപൻ പറയാം, അതിന് ചേച്ചി എന്തിനാ പോകുന്നത്? യാമിനി എടുത്തോണ്ട് വരുമല്ലോ. ദേഷ്യത്തോടെ നിൽക്കുന്ന യാമിനി നോക്കി കളിയാക്കി ചിരിച്ചോണ്ട് അംബിക പറയാം, എന്നാൽ യാമിനി ചെല്ല്, സിസ്റ്റർക്ക് ജ്യൂസ് എടുത്തോണ്ട് വാ. ഡ്യൂപ്ലിക്കേറ്റ് സിസ്റ്ററിനെ അംബിക ബലമായിട്ട് പിടിച്ച് പ്രതാപൻ്റെ അടുത്തോട്ടൊക്കെ മാറ്റി ഇരുത്തുന്നുണ്ട്. ഋതികയും രാജു ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുക. ഋതികയ്ക്കാന്നെ കലി കൊണ്ട് അനങ്ങാനും വയ്യ. രാജുവും ഋതികയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടുകൊണ്ട് പ്രതാപൻ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും എന്താ സിസ്റ്ററിനോട് യാതൊരു പരിചയം പോലും ഇല്ലാത്ത പോലെ മാറി നിൽക്കുന്നത്? അത് മാത്രം പൊട്ടം പ്രതാപന് മനസ്സിലായി. നിങ്ങളല്ലേ സിസ്റ്ററിനെ ഇങ്ങോട്ട് അപ്പോയിൻമെന്റ് ചെയ്തത്? അതേ പ്രതാപ, ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും അറിയാത്തവളെ പോലെ കള്ളി അംബികയും കൂടെ ചേരുക. നിങ്ങളെന്താ സിസ്റ്ററിനോട് മിണ്ടാത്തത്? പെട്ടെന്ന് ഡ്യൂപ്ലിക്കേറ്റ് സിസ്റ്റർ, എന്താ മോളെ മിണ്ടാത്തത്? എന്താ രാജു എന്നൊക്കെ പേരെടുത്തൊക്കെ അവൾ പറയുവാണ്. അംബികയുടെ കൂടെ ചേർന്നവളല്ലേ, അപ്പോൾ അവളും പക്ക ക്രിമിനൽ തന്നെ ആയിരിക്കുമല്ലോ. അവൾ പറയാം, എന്താ ഒരു കണക്ഷനും ഇല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങൾ ഇത്ര പെട്ടെന്ന് എന്നെ അങ്ങ് മറന്നുപോയോ? ഋതികയും രാജുവിനെ ഒന്ന് അർത്ഥം വെച്ച് നോക്കിക്കൊണ്ട് അംബിക പറയാം,
എങ്ങനെ മറക്കാനാ സിസ്റ്ററെ? സിസ്റ്ററെ ഇങ്ങോട്ട് വരുത്താനായിട്ട് പ്ലാൻ ചെയ്തത് ഈ രാജുവും ഹൃതികയാ. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ എന്നെ കണ്ടപ്പോഴെന്തോ ഒരു ടെൻഷൻ പോലെ. എന്താ രാജു ഇങ്ങനെ പ്രതാപൻ ചോദിക്കേ? ഏയ് ഒന്നുമില്ല സാർ. അംബിക വീണ്ടും കളിയാക്കൽ പോലെ രാജുവിനെ ഹൃതികയെ നോക്കിയിട്ട് ദുര്യോധനെ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഇല്ലേ, അതുപോലത്തെ ഒരു അനുഭവത്തിൽ അവർ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ യാമിനി ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവൾക്ക്. പ്രതാപൻ ചോദിക്കുക, സിസ്റ്റർ പവിത്ര ഇപ്പോൾ എവിടാ താമസിക്കുന്നത്? അതൊക്കെ ഞാൻ പറയാം. അതിനു മുൻപായിട്ട് എനിക്ക് സാറിനോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് മാറി നിന്നാലോ? അതിനെന്താ, സിസ്റ്റർ പവിത്ര വരൂ, നമുക്ക് സിറ്റ് ഔട്ടിലിരിക്കാമല്ലോ. പൊട്ടം പ്രതാപൻ ഒരു വാലാട്ടിയെപ്പോലെ അവിടെ പുറകിന് പോവുകയാണ്. അംബിക അഹങ്കാരത്തോടെ എഴുന്നേറ്റ് ഹൃതികയെ നോക്കി ഒരു ചിരിയോടെ പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ഹൃതിക അവിടെ കൈക്ക് പേര് പിടിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ഇറക്കിയ ആളാണ് ഇവളല്ലേ? എൻ്റെ അച്ഛനെയും അമ്മയും ചതിക്കാന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെ കൊന്നുകളയും നിങ്ങളെ ഞാൻ. നിർത്തടി, ഇനി അങ്ങോട്ടെ ഈ വന്നവളാ സിസ്റ്റർ പവിത്ര. അവളെ വെച്ചാണ് എൻ്റെ പുതിയ ഗെയിം. അതല്ല എന്ന് നീ വാദിച്ചാൽ ഞാൻ തർക്കിക്കും. കൂടുതലും ആളാകാൻ വന്നാലേ, പ്രതാപൻ ബോധമില്ലാതെ കിടന്നപ്പോൾ പത്മയെ വെച്ച് നീയൊക്കെ നടത്തിയ നാടകത്തിന്റെ അരങ്ങേറ്റവേ ഞാനങ്ങ് പരസ്യമാക്കും. പത്മയാണ് തന്നെ ചികിത്സിക്കാൻ കൂടെ നിന്നതെന്ന് പ്രതാപൻ അറിയുമ്പോൾ അവൻ പിന്നെ മറ്റൊരാളായിട്ടങ്ങ് മാറും. പിന്നെ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഒരു കൊടുങ്കാറ്റായിരിക്കും. പ്രതാപനെ, നിന്നോട് പണ്ടുണ്ടായിരുന്ന ആ ദേഷ്യവും അകൽച്ചയങ്ങ് വളരെ വലുതാകും. ഇനി അതുമല്ല, ഈ വന്നിരിക്കുന്ന സിസ്റ്റർ പവിത്രയേ അല്ല, അത് പത്മാവതിയാണെന്ന് നീ സ്ഥാപിക്കാൻ നോക്കിയാൽ അപ്പോഴേക്കും ഞാൻ അടുത്ത പ്ലാൻ ഇറക്കും. സിസ്റ്റർ പവിത്ര ചെയ്ത പുണ്യപ്രവൃത്തി നിന്റെ അമ്മ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള നിന്റെ കള്ളക്കളിയാണെന്ന് ഞാൻ അങ്ങോട്ട് സ്ഥാപിക്കും. നോക്കിക്കോടി, എന്തായാലും ഈ ചതുരംഗക്കളിയിൽ ജയിക്കുന്ന ഈ അംബിക തന്നെ ആയിരിക്കും. ഈ സമയം പത്മാവതി ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുവാണ്. പ്രതാപനും ഡ്യൂപ്ലിക്കേറ്റ് പവിത്രയും കൂടെ ചേർന്ന് സിറ്റൗട്ടിൽ നിന്ന് എന്തൊക്കെയോ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. വന്നിരിക്കുന്നവൾ എന്തൊക്കെയോ പ്രതാപനോട് കാര്യമായിട്ട് പറയുക. പൊട്ടം പ്രതാപൻ അതൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. രാജുവും ഹൃതികയും യാമിനിയും കൂടെ ജനലിൽ കൂടി ഇങ്ങനെ കാണുന്നുണ്ട്. രാജുവിനും ഹൃതികയ്ക്കും കലി കൊണ്ടുപോയി. അംബികയെ അത് കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. യാമിനി ചോദിക്കുന്നു, ഇത് വലിയ പ്രശ്നത്തിലോട്ടാണല്ലോ മക്കളെ പോകുന്നത്. അതേ ചെറിയമ്മ, ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും? രാജു പറയാ, ഋതു എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, എല്ലാം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അംബിക ഇതെല്ലാം കേട്ടോണ്ട് അവളുടെ മുന്നിലുമാണ് ഈ ചർച്ച നടക്കുന്നത്. ഋതു, നമുക്ക് പറ്റുന്ന ചില ബുദ്ധിമോശങ്ങൾ വലിയ വലിയ കാര്യങ്ങളിൽ ചെന്ന് പെടരുത്. അംബിക ഇങ്ങനെ പറയുക. ഇവരുടെ മനസ്സിലോട്ട് തീ കോരിയിടാനുള്ള പ്ലാൻ തന്ന ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. പ്രതാപൻ ഡ്യൂപ്ലിക്കേറ്റിനോട് പറയാ, ചുരുക്കത്തിൽ ഹോം നേഴ്സ് എന്ന് പറയുന്നതൊക്കെ വളരെ റിസ്ക്കായ പണിയാണല്ലേ? റിസ്ക് എന്നാണോ സാറേ അതിനെ പറയേണ്ടത്? ഇതൊരു സേവനമല്ലേ, പുണ്യപ്രവൃത്തി എന്നാണ് ഇതിന് പറയേണ്ടത്. ഒരു നേഴ്സ് എന്ന് വെച്ചാൽ മാലാഹ തന്നെയാ. ഒരു ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവും സംരക്ഷിക്കുന്ന ഒരു കരുതലുള്ള കൂട്ടുകാരി. രോഗിയുടെ മാനസികമായ ആശ്വാസമാണ് ആദ്യം ഉറപ്പാക്കേണ്ടത്. അതിന് സ്നേഹത്തോടുള്ള പരിചരണമാണ് വേണ്ടത്. അല്ല സിസ്റ്ററെ, ഇത് സിസ്റ്റർ സ്വയം തിരഞ്ഞെടുത്തതാണോ ഈ നേഴ്സിംഗ് പ്രൊഫഷൻ? സാറ് പൊളിറ്റീഷ്യനായത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? സാറിന്റെ ബ്ലഡിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്, സർവീസ്. മറ്റൊരർത്ഥത്തിൽ എൻ്റെ ബ്ലഡിലും അതുതന്നെയാണ്, സർവീസ്. അയ്യോ മോളെ, പത്മേടത്തി അവിടുന്ന് പോന്നൂന്നല്ലേ പറഞ്ഞു? അതേ ചെറിയമ്മേ, ഇനി പത്മേടത്തിയും കൂടെ വന്നാലോ? 4 കാലിൽ ഇളകി നിൽക്കുവാണല്ലോ അംബിക. അംബിക പറയാ, പത്മ വന്നാലും ഈ അംബികയ്ക്ക് സന്തോഷമാ. എൻ്റെ ഈ ഗെയിം അങ്ങ് കൊഴുക്കും, ഇവരെ ഞാനങ്ങ് കൊല്ലട്ടെ രാജു എന്നും പറഞ്ഞ് അംബികയുടെ നേരെ ചീറി പാഞ്ഞു വരുക ഹൃതിക. അയ്യോ ഋതു എന്നും പറഞ്ഞ് രാജുവും യാമിനിയോടെ കയറി പിടിക്കുവാണ് ഹൃതിക. ഋതു, ഞാൻ പറയുന്ന കേക്ക്, ഒന്ന് അടങ്ങി നിൽക്ക്, ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് രാജു പുറത്തോട്ട് പോവുകയാണ്. രാജു പ്രതാപം കാണാതെ പുറത്തിറങ്ങി ഓടി റോഡിലോട്ട് വരിക. ആ സമയത്ത് താണ്ട പത്മയും ഓട്ടോയിൽ അങ്ങോട്ട് വരിക. അയ്യോ വണ്ടി നിർത്ത് എന്നും പറഞ്ഞ് രാജു വണ്ടി നിർത്തിയിട്ട് അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്താ മോനെ, എന്താ കാര്യം പറ? ഞങ്ങളെ വിളിച്ചപ്പോൾ അമ്മ എന്താ ഫോൺ എടുക്കാൻ? അതെ, രണ്ടും കൽപ്പിച്ചിങ്ങ് വന്നേക്കാന്ന് കരുതി മോനെ. ഇതിനൊരു അവസാനം വേണമല്ലോ. ആ ശരിയാ, ഇതിന്റെ അവസാനം ഇപ്പൊ ദൈവത്തിനെ അറിയൂ. അതിനിപ്പോ എന്താ മോനെ ഇപ്പൊ പ്രശ്നം എന്താന്നോ? സിസ്റ്റർ പവിത്ര. മോൻ എന്തായി പറയുന്നേ? ശൂന്യതയിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണല്ലോ സിസ്റ്റർ പവിത്ര. എന്നാലിപ്പോ അവര് ജീവൻ വെച്ചേ ദേണ്ട നോക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട്. തന്റെ ജീവൻ രക്ഷിച്ചത് അവരാണെന്ന് കരുതിയ വർമ്മസാർ താണ്ട് അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ മോനി ഞാനീ കേൾക്കുന്നത്? അമ്മ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അംബിക വെച്ച അടുത്ത വേലയായത്. അവരൊരു പുതിയ പവിത്ര ഇറക്കി നമുക്കിട്ട് അടുത്ത പണിയും തന്നു. ഇനി ഞാൻ നോക്കിയിട്ട് ആ അംബികാവർമ്മയുടെ ദുർമരണത്തിലെ ഈ ഗെയിം അവസാനിക്കത്തുള്ളമ്മേ. എന്തായാലും മോനെ, ഞാൻ പ്രതാപേട്ടന്റെ മുന്നിലോട്ട് പോകാൻ പോവാ. അയ്യോ അമ്മ ഇപ്പൊ ചെല്ലരുത്, അത് ഋതുമോക്ക് പ്രശ്നമാകും. ഞാനും ഋതുവും പിന്നെ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഞാൻ പറയുന്നത് അമ്മ ഇപ്പൊ കേൾക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം.
അമ്മയോട് ഞാനല്ലേ പറയുന്നത്, അമ്മ ചെല്ലമ്മേ, ഞാൻ വിളിക്കാമേ. അങ്ങനെ പത്മാവതി വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ തിരിച്ചു പോവുകയാണ്. അമ്പിയെ ഇറക്കിയ ഇറക്കുമതി വല്ലാത്ത ഒരു സൈസാണെന്ന് തോന്നുന്നു. പ്രതാപനോട്ട് ഭയങ്കരമായിട്ട് അവളെ ലോഹ്യം കൂടുക. അത് കണ്ടിട്ട് അംബിക യാമിനിയെ ഹൃദയം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രണയത്തിനും കല്യാണത്തിനും പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. പ്രതാപനും അവളും തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലേ. നിങ്ങൾ ഇത്രയ്ക്ക് തരം താഴല്ലേ പെണ്ണുമ്പിള്ളേ എന്നിങ്ങനെ ദേഷ്യത്തോടെ യാമിനി പറയുക. ഒന്നുമില്ലെങ്കിലും പ്രതാപേട്ടൻ നിങ്ങളുടെ ആങ്ങളയല്ലേ? അതെ, എൻ്റെ ആങ്ങളയാണ്. അതുകൊണ്ടാണ് ഞാൻ അവന് കല്യാണം ആലോചിക്കുന്നത്. രാജു അങ്ങോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഋതു, ഒരു വിധത്തിൽ ഞാൻ അമ്മയെ പറഞ്ഞ് സമ്മതിച്ച് തിരിച്ചു വിട്ടിട്ടുണ്ട്. നമ്മുടെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഈ രാക്ഷസി തകർത്ത്. രാജു, ഋതു, നീയൊന്ന് വെയിറ്റ് ചെയ്യ്, ഇതിനുള്ള പണിയെ ഞാൻ ഇവർക്ക് കൊടുത്തോളാം. പ്രതാപനും മോശക്കാരനല്ല. പ്രതാപൻ പറയും, ഒരു ചെറിയ ഉപകാരം ചെയ്യുന്ന പോലും മറക്കുന്നവനല്ല ഞാൻ. അപ്പോൾ ഇത്രയും വലിയൊരു ഉപകാരം ചെയ്ത ആളെ ഞാൻ മറക്കുമോ? സ്വന്തം ഭാര്യയെ അവൻ മറന്നുപോയി. മനുഷ്യരെല്ലാവരും പല അർത്ഥത്തിലും പലരോടും കടമപ്പെട്ടവരാ. ആദ്യം ജന്മം തന്ന അമ്മയോടും വളർത്തി വലുതാക്കിയ അച്ഛനോടും പിന്നീട് ഗുരുക്കന്മാരോടും കൂട്ടുകാരോടും അങ്ങനെ കൈത്താങ്ങായി വന്ന എത്ര പേരോട്. കടപ്പാടുകളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ ജീവിതം. അപ്പോൾ ജീവൻ പിടിച്ചു തന്ന ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനെയോ മറക്കാൻ പറ്റുമോ? സാറിന് ജീവൻ തിരിച്ചു തന്നത് കാലപുരുഷനാ. ഞാൻ അതിനൊരു കാരണക്കാരിയായെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ജോലി ചെയ്ത് അത്രേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒന്നുമില്ല സാർ. അതുകൊണ്ടാണോ ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും പവിത്ര സിസ്റ്റർ ഇങ്ങോട്ട് വരാതിരുന്നത്? തീർച്ചയായും സാർ വളരെ പ്രസിദ്ധനാ. കേരളം മുഴുക്കെ അറിയുന്ന ആള്. സാറിനെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ സാർ എനിക്കൊരു ക്ലയൻറ്റ് മാത്രമാണ്. ഇതുപോലെ നന്ദി പറയാൻ പല ക്ലയൻസും എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും പോവാറില്ല. പക്ഷെ പവിത്ര സിസ്റ്റർ എന്നെ ശുശ്രൂഷിക്കാൻ മാത്രമല്ല ചെയ്തത്, എൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തില്ലേ? അത്തരം ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് എനിക്ക് സിസ്റ്ററോടും ഉണ്ട്. ഒരു പ്യുവർലി സിസ്റ്റർ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് ഞാൻ സിസ്റ്ററെ കാണണമെന്ന് പ്രതീക്ഷിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒത്തിരി കാലം കൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ഒരു സ്വപ്നമാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, രോഗികൾക്കായുള്ള ഒരു ആതുരാലയം തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സിസ്റ്റർ ആയിരിക്കണം അത് നോക്കി നടത്തേണ്ടത്. സാറ് പറഞ്ഞതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് അത്തരം വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ല. ഈ ചുരുങ്ങിയ കാലയളവിൽ കുറെ ആൾക്കാരെ ശുശ്രൂഷിച്ച ഒരു ചെറിയ ജീവിതം, അത് മാത്രമാണ് സാർ എൻ്റെ സ്വപ്നം. എന്നാൽ ഇനി ഞാൻ ഇറങ്ങുക സാർ. പക്ഷെ സാർ മന്ത്രിയാകാത്തതിൽ എനിക്ക് ശക്തമായ എതിർപ്പുണ്ട് കേട്ടോ. ചേച്ചി എന്ന് വിളിച്ചോണ്ട് പ്രതാപൻ സിസ്റ്ററേയും വിളിച്ചോണ്ട് വരുവാണ്. ചേച്ചി താണ്ട പവിത്ര സിസ്റ്റർ പോവുകയാണെന്ന്. അതെന്തൊരു പോക്കാ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. എല്ലാരോടും കൂടിയാ. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രാജുവിനെ ഹൃദയം നോക്കിട്ട്, രാജു, ഋതുമോളെ, ഞാൻ ഇറങ്ങുവാ കേട്ടോ. ഞാൻ അച്ഛനെ ശുശ്രൂഷിച്ചോണ്ടിരുന്നപ്പോൾ കാണിച്ച സ്നേഹമൊന്നും ഇപ്പൊ രണ്ടുപേരും എന്നോട് കാണിക്കുന്നില്ല കേട്ടോ. അത് വളരെ മോശമായിപ്പോയി കേട്ടോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് പവിത്ര പോവുകയാണ്. പ്രതാപൻ ഒരു ദേഷ്യത്തോടെ രാജുവിനെ ഹൃദയെ നോക്കിയിട്ട്, നിങ്ങളെന്താ വളരെ ഇൻഡിഫറൻസ് ആയിട്ട് അവരോട് പെരുമാറിയത്? അവരെക്കുറിച്ച് പറയുമ്പോൾ ഹൃദയയ്ക്ക് 100 നാവായിരുന്നല്ലോ. ഇപ്പൊ എന്തു പറ്റി? വലിയ മനസ്സുള്ളവളായിരുന്നല്ലോ. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നീ മറന്നുപോയോ? അത്രയും പറഞ്ഞിട്ട് പ്രതാപൻ ഒരു ദേഷ്യത്തോടെ മുകളിലോട്ട് കയറിപ്പോവുക. അംബികയ്ക്ക് അതങ്ങോട്ട് വളരെ സൂചിച്ച് അംബിക ഒന്നുകൂടെ കളിയാക്കി അവരിങ്ങനെ നോക്കി ചിരിക്കുവാണ്. ഋതികയാണെങ്കിൽ അംബികയുടെ തലയടിച്ച് പൊളിക്കാനുള്ള ദേഷ്യത്തിന് ഇങ്ങനെ അംബികയെ തന്നെ നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എന്താണ് രാജുവിൻ്റെയും ഋതികയുടെ അടുത്ത പരിപാടി? ഏതായാലും ഉടനെ തന്നെ അംബികയ്ക്കുള്ള പണി അവർ കൊടുത്തിരിക്കും. പിന്നെ പ്രതാപൻ മന്ത്രിയാകാതിരുന്നത് തന്നെ നല്ലത്. ഇത്രയും മണ്ടനായ പ്രതാപൻ എന്തിനാ മന്ത്രിയാകുന്നത്? അടുത്തതായിട്ട് ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് അടുത്ത റിവ്യൂവിൽ പറയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.